Hi, good morning team. Good morning friends. Welcome back to day 2 at Kodaikanal. തുടങ്ങിയേ ഉള്ളൂ. ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ചൂടുള്ള ഇഡ്ഡലി. അതെങ്ങനെ തന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ചൂടുള്ള ഇഡ്ഡലിയാണ്. പിന്നെ ഇന്ന് പ്രോഗ്രാം വിചാരിച്ചാൽ റിസർവ്ഡ് ഫോറസ്റ്റ് ഉള്ള ഒരു സ്ഥലമുണ്ട്. പ്രത്യേകമായിട്ട് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ഈ ഹോട്ടൽക്കാരോട് ചോദിച്ചു, ആ പെർമിഷൻ കിട്ടി. സോ പോകാൻ പോകുന്നു. നോക്കാം, അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഹൗ ഇസ് ദ ഡേ ബീയിങ്, ഹൗ ഇസ് ദ ഡേ ഗോയിങ്, കൊടൈക്കനാലിലെ റിസർവ് ഫോറസ്റ്റ് എങ്ങനെ, ഹൗ ആർ തിങ്സ് ദെയർ, വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, ഏത് ചെയ്യാൻ പറ്റും, ഏത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കാം. അവിടെ പോയിട്ട് നോക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺ ഫോർ റിസർവ് ഫോറസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ ഇപ്പം ടൈം കാലത്ത് 9:45 9:45 ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ സാധിച്ചില്ല. അപ്പം നമ്മൾ പോകുന്നത് റെസ്ട്രിക്റ്റഡ് ഫോറസ്റ്റ് ഏരിയക്കാണ്. അവിടെ വന്നിട്ട് ബൈക്കൊന്നും അലോ ചെയ്യില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പോ ട്രാവലിലാണ് വരുന്നത്. ഒരു 10-20 പേരുണ്ടായിരുന്നു വരുമ്പോൾ. വന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിള്ളേരും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടല്ലേ, വലിയ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർ ഏത് ടൈമിനാണ് നമുക്ക് പ്രശ്നം വരികയെന്നറിയില്ല. അതുകൊണ്ടാണ് അവർ വന്നിട്ട് ചെറിയ വാഹനങ്ങളായ ബൈക്സൊന്നും അവർ അലോ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മളുടെ ഫോറസ്റ്റിലോട്ടുള്ള എൻട്രി ഉണ്ടാവില്ലേ, ആ സ്ഥലത്തുള്ള ഒരു പ്ലേസാണ്. ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ഇത്ര ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ബൈക്കിൽ വന്നവർ ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് ഉള്ളിലോട്ട് വേറെ വണ്ടിയിൽ വരും. അല്ലാത്തവർ വന്നിട്ട് കാറിലോ ഇല്ലെങ്കിൽ വലിയ ടെമ്പോ ട്രാവലർ ബസ് ഇതൊക്കെയാണ് വെച്ചാൽ അലോ ചെയ്യും കേട്ടോ അവിടെ. അപ്പം ഇതൊക്കെ നമുക്ക് ഫുഡോ ടീയോ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഷോപ്പിംഗ് ആണ്. കാര്യം വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പ്ലേസിൽ നമുക്ക് ഈ ഫുഡൊന്നും കിട്ടില്ല. അത് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. 1 2 വന്നിട്ട് അവിടെയൊന്നും കട വയ്ക്കാൻ പറ്റില്ല, ആനയൊക്കെ തൂക്കിക്കൊണ്ട് പോവും. അതുകൊണ്ട് വന്നിട്ട് അവരതൊന്നും വെച്ചിട്ടില്ല. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് ഈ സമയത്ത് ഇപ്പൊ പൊങ്കൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കാണ് എല്ലാവരും. ഇവിടെ കുറെ പാവക്കുട്ടികള്, പിന്നെ ക്യാരറ്റ് ഇല്ലേ, വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഡ്രസ്സ്, ബൊമ്മ കണ്ടോ. ഇത് ഫാഷൻ ഫ്രൂട്ടാണ്. കടല, പൈനാപ്പിൾ എല്ലായിടത്തും ഉള്ള മതി തന്നെ. നമുക്ക് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഇതൊക്കെയല്ലേ ധാരാളമായിട്ട് കിട്ടുക. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവർ നല്ല സർവീസും ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കിട്ടിയിരുന്ന വെജിറ്റബിൾ ബിരിയാണി, അതേമാതിരി ടൊമാറ്റോ റൈസ് എന്തൊക്കെയായിരുന്നു കിട്ടിയിരുന്ന ഫുഡ്. ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ക്യാരറ്റ് വാങ്ങിച്ചു, ഫ്രൂട്ട്സൊക്കെയാണ് വാങ്ങിച്ചത്. നമ്മൾ ഇപ്പോൾ ഒരു ടൂർ അവിടെയൊക്കെ ഉള്ളിലൊക്കെ കാടല്ലേ, എവിടെ നിന്ന് കഴിക്കും. ഇതാകുമ്പോൾ നമുക്ക് പോകുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചത്. ഫാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചായിരുന്നു ഗണേശ്. പിന്നെ വന്നിട്ട് ക്യാരറ്റ്, പൈനാപ്പിൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഒരു പൊടിക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്, ഒത്തിരി ഇതൊന്നുമില്ല. വെള്ളത്തിനൊക്കെ ഭയങ്കര മിനറൽ ബോട്ടിലില്ലേ, അതിനൊക്കെ ഒത്തിരി വില കൂടുതലാണ്. ഇല്ല എന്ന് പറയുന്നില്ല. ഫാഷൻ ഫ്രൂട്ട് 10 രൂപയെന്ന് തോന്നുന്നു. 10 രൂപ 15 രൂപയാണ് ഒരു ഫ്രൂട്ടിനായിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ മതിയല്ല കേട്ടോ. ടേസ്റ്റ് കുറച്ചുകൂടി നല്ലതാണ്. കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ, മധുരം നല്ല മധുരം ഉണ്ട് കേട്ടോ. സ്വീറ്റ്നെസ് കൂടുതലാണ്. പിന്നെ ഇതൊക്കെ ഫോറസ്റ്റിൽ ഉണ്ടാക്കണതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ചേട്ടൻ അവിടെ എന്തൊക്കെ കിട്ടും, ഉള്ളിലോട്ടൊന്നും കിട്ടില്ല, ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ഗണേശ് വന്നിട്ട് ഫാഷൻ ഫ്രൂട്ടിനെ പറ്റി ചോദിക്കാണ്. കാര്യം നമ്മളെ നാട്ടിലുള്ള ഫ്രൂട്ട് മതിയിട്ട് തന്നെയല്ലേ, ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പൊ അവനൊന്ന് അത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. അപ്പൊ വന്നിട്ട് അതാണ്. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള റെഡിയാണ്. ഇവിടെ വന്നിട്ട് അതേമാതിരി ഇപ്പൊ പുറത്ത് സിറ്റിയിലുള്ള മാതിരി തന്നെ പില്ലോസ്, ചെറിയ ടെഡി ബെയേഴ്സ് ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് തന്നെ കണ്ടോ. ഫ്രൂട്ട്സ്, അതേമാതിരി ക്യാരറ്റ്, പൈനാപ്പിൾ, മാംഗോ, പപ്പായ ഇതൊക്കെയാണ് അധികമായിട്ട് ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഗണേശ് ഫാഷൻ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ
അതൊക്കെയാണ് ഇപ്പൊ ഈ ഭാഗത്തായിട്ടുള്ളത്. അപ്പൊ നമുക്കിനി വണ്ടി എടുക്കാൻ സമയമായിട്ടോ. 20 മിനിറ്റ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഷോപ്പിങ്ങിനോ ഫുഡ് വല്ലതും വാങ്ങാം. അപ്പോ ആ ഏട്ടൻ പറഞ്ഞ മാതിരി തന്നെ ഇതാണ് ആദ്യത്തെ പ്ലേസ്, സൈലന്റ് വാലി വ്യൂ. നിങ്ങക്ക് ആ ഏട്ടൻ പറഞ്ഞൊക്കെ മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാര്യം ഇപ്പൊ നാട്ടിലുള്ള എല്ലാവർക്കും തമിഴൊക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡിസ്കവർ ചെയ്യാത്തത്. അപ്പം ഇതാണ് ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് സൈലന്റ് വാലി വ്യൂ ആണ്. ഇപ്പം ഇതിലോട്ട് വഴി എന്ന് പറയുമ്പം വ്യൂ കാണാനായിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങണം. ഇവിടെ വേരൊക്കെ ആയിട്ട് പിണഞ്ഞ് കിടക്കാട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ പല്ല് പോവും. അപ്പൊ നന്നായിട്ട് നോക്കി നടക്കണം. എല്ലാരും വരണം, ഇവിടെ നല്ലൊരു സ്പോട്ടാണ്. 2 സൈഡും നമ്മളുടെ യൂക്കാലിപ്സും അതേമാതിരി പൈൻവുഡും ആയിട്ടുള്ള മരങ്ങളാണ്. യൂക്കാലിപ്സ് എല്ലാവർക്കും അറിയാലോ. പൈൻവുഡ് നമ്മൾ ഈ ഫർണിച്ചറൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളുടെ ഡൈനിങ് ടേബിളിന്റെ മേലൊക്കെ വുഡൻ കട്ടിലുള്ള ഡിസൈൻ കണ്ടില്ലേ, അതൊക്കെ പൈൻവുഡ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ സ്പോട്ടിലോട്ട് പോവാനായിട്ട് കുറച്ച് നടക്കണം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഫ്രീ ആയിട്ട് വരല്ലേ നല്ലത്. ഒത്തിരി തിരക്കുള്ള വെക്കേഷൻ ടൈമിൽ തന്നെ നമ്മളും വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി അങ്ങോട്ട് കാണാനോ ഇല്ലെങ്കിൽ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റില്ല, കാര്യം തിരക്കുണ്ട്. ഇതിപ്പോ ഒരുപാട് പേരുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നപ്പോ ഒരു 6-7 ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ആൾക്കാരില്ലേ ഉള്ളില്, കുഞ്ഞുങ്ങളും വലിയവരൊക്കെ ആയിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ടും സൂക്ഷിക്കണം കേട്ടാ. കാര്യം ആ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് ഒരു കൊക്ക മാതിരി കുറച്ച് താഴോട്ട് ഭയങ്കരമായിട്ടും താഴ്ചയാണ്. അപ്പം ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ നമ്മൾ പറയണൊന്നും അതുമാതിരി കേൾക്കില്ലല്ലോ. ഇത് മേലെ കയറി നോക്കാനുള്ള വ്യൂ ആണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. കോണിപ്പടി കയറിയിട്ട് മേലെ ഒന്ന് നോക്കി എല്ലാം കാണാം. പക്ഷെ ഭയങ്കര തിരക്കായ കാരണം ഞാൻ മേലെ കയറാനൊന്നും നിന്നില്ല. ഞാൻ താഴെ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പം ഒത്തിരി പേരുണ്ട് കണ്ടോ, കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ടുള്ള ഗ്രൂപ്പൊക്കെയാണ്. മേലെ കയറാൻ ക്യൂ ആണേ. അവരെ വെയിറ്റ് ചെയ്ത് ക്യൂ കയറാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഈ താഴെ നിൽക്കുന്നവർ കേട്ടോ. അപ്പൊ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മളുടെ മഞ്ഞും അതേമാതിരി മേഘങ്ങളും മഞ്ഞും ഒക്കെ കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. മലകളൊക്കെ ഉണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. എല്ലാരും ഫോട്ടോ സെക്ഷനാണ് കേട്ടോ ഇവിടെ നിന്നിട്ട്. കാര്യം ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുമ്പോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം അവര് ഫോട്ടോ എടുക്കാൻ സെക്ഷനിലാണ്. നമുക്കൊന്നും മാറി തരണൂടി ഇല്ല, അത്രയും എൻജോയ് ചെയ്തിട്ടാണ്. കണ്ടോ നിങ്ങൾ താഴോട്ട്, നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം ഞാൻ. താഴോട്ട് കണ്ടോ, ഭയങ്കര മേഘവും മഞ്ഞും ഒക്കെ ആയിട്ട് ഒരു മഞ്ഞുമല മാതിരി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾക്ക് ആരെങ്കിലും കൊടൈക്കനാൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോറസ്റ്റ് ടൂർ പോവാൻ സാധിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാരും കാണണം. അത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പിള്ളേരൊക്കെ താഴോട്ട് വീഴാണ്ട് നോക്കണം കേട്ടോ. നല്ല സ്ഥലമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ താഴോട്ട് ഇതിലും അധികമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതിലും കൂടുതൽ മുന്നോട്ട് പോയാൽ ഞാൻ താഴെ വീഴും. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര തണുപ്പാട്ടോ. ഇവിടെ ഇപ്പൊ ഒരു 4 ഡിഗ്രി ഒക്കെയാണ് തണുപ്പ്. ഭയങ്കര തണുപ്പാണ്. നമ്മൾ കോട്ടും സ്വെറ്ററും ഒക്കെ ഷൂസും ഒക്കെ ഇട്ടാലും നല്ല തണുപ്പാണ്. അപ്പം ഒരു 3 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ കൊണ്ടുവരുമ്പോ നിങ്ങളൊക്കെ കുറച്ച് സൂക്ഷിക്കണം, നല്ലതാട്ടോ. ശ്വാസമുട്ടും പനിയൊക്കെ വരാൻ അത് മതി. അതുകൊണ്ടാണ് പറയുന്നത്. ഞാനും ഭാവി കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. എനിക്ക് മോൾക്കും വന്നിട്ട് ശ്വാസമുട്ടിന്റെ ചെറിയ ഇതൊക്കെ ഉണ്ട്. നമ്മൾ വന്നിട്ട് ആശല റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഗണേശ് ഞാൻ മാത്രമാണ് വന്നേക്കുന്നത്. നല്ല സീനറിയാണ് കേട്ടോ.
I get lost inside my thoughts, and when I start to think, oh, the Tahoe close, it starts to end up on the brink. I tried so hard, but all these scars, they cut so deep, I bleed. I fell so fast from heaven, it's like someone clipped my wings. Now I'm falling, and I can't see the ground. Can we stop this gravity? It keeps bringing me down. I can't breathe, and I don't wanna die. Can we stop this gravity? 'Cause I wanna say goodbye. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലേക്ക് വ്യൂ ആണ്. പറഞ്ഞില്ലേ ബെരിഞ്ചം ലേക്ക് വ്യൂ എന്ന് പറഞ്ഞില്ലേ, ആ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ സ്ഥലമാണ് ഇത്. ഇതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യൂവിൽ அந்த ടോപ്പിൽ മലകളൊക്കെ കണ്ടില്ലേ, ഹിൽസ്. ആ ഹിൽസ് എന്ന് പറയുന്നത് നമ്മളുടെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട മലകളാണെന്നാണ് പറയുന്നത്. ഒരുപാട് പേരുണ്ട്. വ്യൂ നല്ലൊരു വ്യൂ ആണ്. ഫോട്ടോഗ്രാഫിക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഫോട്ടോഷൂട്ടിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട്. ഇതാണ് ബെരിഞ്ചം ലേക്ക് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. മലകളൊക്കെ പല കളറായിട്ടാണ് നിൽക്കുന്നത്. ഇത് ആ ടോപ്പ് ലെയറിലുള്ള മലയാണ് നമ്മളുടെ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ്റെ മല എന്ന് പറയുന്നത്. ഈ വഴിയിൽ നിന്ന് ഈ കാട് വഴിയിൽ നമുക്കൊരു മൂന്നാറിലോട്ട് ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് അത് ഫോറസ്റ്റ് ഗാർഡ് വന്നിട്ട് ക്ലോസ് ചെയ്തേക്കാന്ന് പറയുന്നുണ്ട്. മങ്കീസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ക്യാപ് വാലി വ്യൂ ആണ്. ഇത് വന്നിട്ട് എന്താണ് ഈ പേര് വരാൻ കാരണമെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ മേലെ നിന്നിട്ട് എന്ത് താഴോട്ടിട്ടാലും അത് എയർ പൊല്യൂഷൻ കാരണം 4 ഭാഗത്തും മലയായ കാരണം അതങ്ങനെ മേലോട്ട് പൊങ്ങി വരും, ഒന്നും താഴോട്ട് പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ തൊപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊപ്പി അങ്ങനെ മേലോട്ട് പോകും. നമ്മളെ കൈ കിട്ടില്ല, പക്ഷെ മേലോട്ട്. അപ്പോൾ ഇതാണ് അടുത്ത വ്യൂ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് മെമ്മറി ലോസ് ഫോറസ്റ്റ് ആണ്. നമ്മളുടെ ഗൈഡ് എന്താണെന്ന് ഇതിനെപ്പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ട് നമുക്ക് പാതിൽ വെച്ച് എല്ലാ സൈഡിലോട്ട് നോക്കിയാലും ഒരേ കളറാവും. സോ നമ്മൾ വന്നിട്ട് കൺഫ്യൂസ് ആയിട്ട് നമുക്ക് വന്ന വഴി മറന്നു പോവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് മെമ്മറി ലോസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നന്നായി എത്ര സൂക്ഷിച്ച് വന്നാലും ഉള്ളിലിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഒരേ വഴി പോലെയാണ് അത്ര തോന്നുക. അതുകൊണ്ടാണ് അത്ര മെമ്മറി ലോസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫോറസ്റ്റ് ഫുള്ളായിട്ട് വന്നിട്ട് മരുന്നുകളാണ്. നമ്മളുടെ പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന ഈ വൈദ്യന്മാരൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതേമാതിരിയുള്ള മരുന്നുകളാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. മേലെന്ന് കാണാനാണ് കോളിംഗ് ഫ്ലവർ ഇല്ലേ, കോളിംഗ് ഫ്ലവർ വെച്ച മാതിരിയേ നമുക്ക് മരങ്ങളൊക്കെ തോന്നുള്ളൂ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ, ഇല്ലയെന്ന് പറയില്ല. പക്ഷേ ഉള്ളിലൊന്നും അലൗഡ് അല്ല, കാരണം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒത്തിരി വന്യമൃഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആപത്തുള്ളതുകൊണ്ട് നമ്മൾക്ക് ഉള്ളിലൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ വെളിയിൽ നിന്നേ കാണാൻ പറ്റുള്ളൂ. അതാണ് സേഫ്. അതാണ് ഫോറസ്റ്റ് ഗാർഡൊക്കെ അതുകൊണ്ടാണ് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ലാസ്റ്റ് വ്യൂ, അതായത് ബെരിഞ്ചം ലേക്ക് വ്യൂ. നമ്മൾ മേലെന്ന് കണ്ടില്ലായിരുന്നോ ലേക്ക് വ്യൂ വന്നിട്ട് വരുമ്പോൾ, അതിൻ്റെ ഒറിജിനൽ ലേക്ക് ഇതാണ്. കൊടൈക്കനാൽ ആകെ മൊത്തം വന്നിട്ട് 3 ലേക്കാണുള്ളത്. ഒന്ന് മെയിൻ ലേക്ക്, പിന്നെ ഒന്ന് മണ്ണവന്നൂർ ലേക്ക്, പിന്നെ ഒന്ന് ഇത്. ഈ മണ്ണവന്നൂർ ലേക്ക് അതേമാതിരി കൊടയിലേക്ക് ഇതിലൊക്കെ നമുക്ക് ബോട്ടിങ് അലൗഡാണ്. ഇതിൽ വന്നിട്ട് ബോട്ടിങ് അലോ ചെയ്യത്തില്ല, ബോട്ടിങ് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള വന്യമൃഗങ്ങളും അതേമാതിരി എല്ലാ മൃഗങ്ങൾക്കും വന്നിട്ട് കുടിവെള്ളം എന്ന് പറയുന്നത് കുടിക്കാനുള്ള വെള്ളം ഈ ലേക്കിൽ നിന്നാണ്. അതേമാതിരി തേനി ആ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാരും വെള്ളം കുടിക്കുന്ന ഒരു സ്രോതസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ
ബോട്ടിംഗ് ഒന്നും അലോ ചെയ്യാത്തത്. ഇതിന്റെ നേരെ എതിരായിട്ട് ഒരു വഴിയുണ്ട് കേട്ടോ, ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഇപ്പം അത് ക്ലോസ് ചെയ്തേക്കുന്നു. ആ വഴിയാണ് നമ്മൾക്ക് മൂന്നാറിക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ആ ഷോർട്ട് കട്ട് വന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു ഫോറസ്റ്റ് ഗാർഡ്. കാര്യം ഈ സ്മഗ്ലിംഗ് ഒക്കെ അധികമായിട്ട് തമിഴ്നാട് ടു കേരള അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ട്. ഒരു കുരങ്ങാൻ നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ല കാണാൻ. മേലേക്ക് വരുമെന്ന് തോട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഷൂട്ടിങ്ങിനൊക്കെ കൊടൈ ഫോറസ്റ്റ് ടൂർ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണങ്ങളുടെ ഫോട്ടോഷൂട്ടോ ഇല്ലെങ്കിൽ ബർത്ത്ഡേ എന്ത് ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ, നമുക്ക് വന്നിട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു ഫോട്ടോഷൂട്ടിങ്ങൊക്കെ എല്ലാം പറ്റിയൊരു ഏരിയയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തിരക്കുള്ള സമയത്ത് നിങ്ങളാരും വരാൻ നിൽക്കരുത്. കുറച്ച് തിരക്കൊന്നുമില്ല, ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ വരിക. ആ സമയത്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം ആൾക്കാരായിരിക്കും, നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പ്ലേസാണ് കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിനൊക്കെ പറ്റിയ പ്ലേസാണ്. നമ്മളുടെ പ്രീ വെഡിങ് ഷൂട്ടൊക്കെ ഇല്ലേ, അതിനൊക്കെ പറ്റിയ ഏരിയ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളുടെ കാറ്റാടി മരങ്ങളും അല്ലെങ്കിൽ പൈൻവുഡ്, കാറ്റാടി മരം, അതേമാതിരി യൂക്കാലിപ്സ്, ഒരു നല്ലൊരു സ്മെല്ലാട്ടോ ഇവിടെയൊക്കെ. കാരണം ഇവിടെയൊക്കെ ചുറ്റി യൂക്കാലിപ്സ് ആണ്, ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.